സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ കെ ജയകുമാർ സാറാണ്. അദ്ദേഹം ഏറ്റെടുത്ത എല്ലാ ജോലികളും അദ്ദേഹം ഒരു അധ്യാപകനായിട്ടാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നത്. ആ അധ്യാപകൻ എന്ന നിലയിലുള്ള ആർജവം അദ്ദേഹം ഇന്ന് വരെ അദ്ദേഹം ഏറ്റെടുത്ത, തുടർന്ന് IAS-കാരനായി, കോഴിക്കോട് ജില്ലാ കളക്ടറായി, വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം അദ്ദേഹം വഹിച്ചു. കേരള സംസ്ഥാനത്തിലെ ഔദ്യോഗിക മേഖലയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനം ചീഫ് സെക്രട്ടറിയായി. മലയാളികൾ മനഃപൂർവ്വം മറന്നുപോയ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചൻ പറമ്പിൽ ജീവിച്ചിരുന്ന രാമന്റെ അനുജനായ എഴുത്തിന്റെ അച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ നാമധേയത്തിലുള്ള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി, ഇപ്പോ ഉദ്യോഗസ്ഥരുടെ ഒക്കെ നേതൃത്വം വഹിക്കുന്ന IMG-യുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ്. ഏറ്റെടുത്ത ഓരോ കർമ്മത്തിലും തൻ്റെതായ സൗവർണ പ്രഭാവം, തൻ്റെ കൃത്യമായ കയ്യൊപ്പ്, അത് ദൈവത്തിൻ്റെ കയ്യൊപ്പായി ചാർത്തിയ ആളാണ് ബഹുമാനപ്പെട്ട ജയകുമാർ സാർ. 1973 മുതൽ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവം അതിനു മുമ്പായിരിക്കാം, 2023 വരെ തുടർച്ചയായി ഏതെങ്കിലുമൊക്കെ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ രചനാ സൗഷ്ഠവം, സൗകുമാര്യം അതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നെ വളരെ വിസ്മയപ്പെടുത്തിയ ഒരു കാര്യം, മൂകാംബിക ദേവിയുടെ അടുത്ത് പോകാതെ അദ്ദേഹം മൂകാംബിക ദേവിയുടെ കീർത്തനം പാടി രവീന്ദ്രൻ മാഷിനെ കൊണ്ട് കീർത്തനം എഴുതി, രവീന്ദ്രൻ മാഷിനെ കൊണ്ട് ഗുണദായിനി സർവശുഭകാരിണി. അപ്പൊ ഈ പാട്ട് ദാസേട്ടൻ പിന്നീട് ഏത് വേദിയിൽ പോയാലും ആദ്യം പാടുന്ന പാട്ടുകളിലൊന്നാണ്. അതേ തൂലികത്തുമ്പിൽ നിന്ന് തന്നെ ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സൗവർണികാമൃത ബീജികൾ പാടുന്നു നിന്റെ സഹസ്രനാമങ്ങൾ എന്ന് അദ്ദേഹം തൻ്റെ തൂലികത്തുമ്പിലൂടെ പകർത്തി. ഒരു വടക്കൻ വീരഗാഥയിലൂടെ നമ്മളൊക്കെ പാടി നടന്ന, എൻ്റെ പ്രിയ സുഹൃത്തായ അനീഷ് സാറ് എന്നോട് സൂചിപ്പിച്ചത്, സാറിനെ എനിക്കൊന്ന് കാണണം, സാറിൻ്റെ അടുത്തൊന്ന് നിൽക്കണം. എന്നിലെ ബാല്യകൗമാരങ്ങളെ പൂവണിയിപ്പിച്ച ഒരു പാട്ടുണ്ട്, ചന്ദന ലേപ സുഗന്ധം. ഈ പാട്ട് ഇന്നും ഞാൻ കേൾക്കാറുണ്ട്. ആ പാട്ടിൻ്റെ എത്രത്തോളം അവാച്യമാണ്, അനന്യ സദൃശമാണ്, അപരിമേയമാണ്, അനിർവചനീയമാണ് എന്ന് പറയാതെ വയ്യ. എല്ലാവിധത്തിലുമുള്ള ബഹുമാനത്തോടു കൂടി ബഹുമാനപ്പെട്ട ഉല്ലാസ് സാറും സുരേന്ദ്ര സാറും കൂടി പോയാണ് അദ്ദേഹത്തെ ബുക്ക് ചെയ്തത്. തീർച്ചയായും എല്ലാ തരത്തിലുള്ള ബഹുമാനത്തോടു കൂടി ജയകുമാർ സാറിനെ ആദരവോടുകൂടി ഈ ഉറവ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കോർഡിനേറ്ററായ, അത് പറയാതെ വയ്യ, നമ്മുടെ ഉല്ലാസ് സാറിൻ്റെ ഇനി ഇറങ്ങുന്നൊരു പുസ്തകത്തിൻ്റെ അവതാരിക നിർവഹിക്കുന്നതും ജയകുമാർ സാറാണ്. അത് അദ്ദേഹം പള്ളിക്കലിന് നൽകുന്ന ഒരു വലിയ സമ്മാനമായി ഈ ഒരു അവസരത്തിൽ പ്രതിപാദിച്ചേ മതിയാകും. സാറിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. കൂടാതെ പ്രിയപ്പെട്ട കവി മടവൂർ സുരേന്ദ്ര സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കവിതയുടെ ബാലസാഹിത്യം മുതൽ പൗരാണിക സാഹിത്യം വരെ കർണൻ, മഹാഭാരതത്തിലെ നായകൻ, കർണനെ PK ബാലകൃഷ്ണൻ അവർ കണ്ടതിനപ്പുറം മഹാഭാരതത്തിലെ നായകനായി വാഴ്ത്തി വരെ എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യം മുതൽ പൗരാണിക സാഹിത്യം വരെ തൻ്റെ തൂലികത്തുമ്പിലൂടെ ആവിഷ്കരിച്ച പ്രിയമുള്ള സ്നേഹധനനായ കവിയാണ് മടവൂർ സുരേന്ദ്രൻ സാർ. ഒട്ടേറെ അവാർഡുകൾ, ഡോക്ടർ ഭീംറാവു അംബേദ്കറിൻ്റെ നാമധേയത്തിലുള്ള